പ്രൈസ് ലോർഡ്. ഒത്തിരി തോൽവികൾ ഫേസ് ചെയ്ത് ഭാരത്തോടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ പരാജയത്തെ കണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണ്, ഒരു പണിയപ്പെടലാണ്, ദൈവിക നിയോഗത്തിലേക്കുള്ള ഒരു നടത്തിപ്പാണ്. ഈ തോൽവികൾക്കകത്തും ഈ വേദനകൾക്കകത്തും ഭവനത്തിലുള്ളവർ പോലും നിങ്ങളെ നോക്കി പലതും കുറ്റപ്പെടുത്തുമായിരിക്കാം. പക്ഷേ അതിനകത്ത് നിങ്ങൾ പതറിപ്പോകാതെ, അല്ലെങ്കിൽ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്നോർത്ത്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് ഞാൻ പോകുന്ന ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കാം. പക്ഷേ എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും ഓരോ യൗവനക്കാരോടും ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തോൽവിയും പരാജയവും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറിപ്പോകത്തില്ല. അതിനൊരു പൂർത്തീകരണമുണ്ട്. ദൈവത്തിൻ്റെ ടൈമിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഈ തോൽവികൾക്കകത്ത് ഭാരത്തോടെ മാറിയിരുന്ന് കരയാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. പോയി മുറിയടച്ച ദൈവസന്നിധിയിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയുക, യേശുപ്പച്ചാന്ന് പറഞ്ഞ് പൊട്ടിക്കരയുക, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഒന്ന് കരയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, പുതിയ ചില നിയോഗങ്ങളൊന്ന് പ്രാപിച്ചെടുക്കാൻ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഒന്ന് തിരിച്ചറിയാൻ. ഈ തോൽവിക്കകത്ത് നിങ്ങൾ ഡെസ്പായിരിക്കാനല്ല, ആ തോൽവി വലുതായി കാണാനല്ല, ആ സമയത്ത് ദൈവസാന്നിധ്യം ഒരുപടി കൂടെ അനുഭവിച്ചറിയുന്ന ഒരു നിമിഷങ്ങളായി ദിവസങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനിടയായിത്തീരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനേകരെ നാളേക്ക് നേടുവാനുള്ള ഒരു അവസരമാണ്. പട്ടിണി കിടന്നവന് മാത്രമേ അതിൻ്റെ വാല്യൂം, അതിൻ്റെ മഹത്വവും, അതിൻ്റെ പെയിൻ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് തോൽവി ഫേസ് ചെയ്തൊരു വ്യക്തിക്ക് മാത്രമേ നാളെ തോൽവി ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്യുവാനും, അവനെ ആ വേദനയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാനും, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് അവൻ പോകാതെ വണ്ണം അവനെ പുറത്തു കൊണ്ടുവരാൻ നിനക്ക് കഴിയണമെങ്കിൽ ഇന്ന് നീ തോൽവി ഫേസ് ചെയ്തൊരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് നാളെ ഒത്തിരി പേരുടെ ആശ്വാസത്തിന് വേണ്ടി, ഒത്തിരി പേരുടെ ബലത്തിന് വേണ്ടി, ഒത്തിരി പേരെ വലിച്ച് പുറത്തു കൊണ്ടുവരുവാനുള്ളൊരു നിയോഗമാണ് ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് ഈ തോൽവി അനുവദിച്ചതിൻ്റെ കാരണം. എൻ്റെ ജീവിതത്തിനകത്തും ഒത്തിരി തോൽവികൾ ഫേസ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ആ സമയത്തൊന്നും ദൈവത്തെ ചോദ്യം ചെയ്തില്ല. അപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി എൻ്റെ മുറി അടച്ചിരുന്ന ദൈവസന്നിധിയിൽ പൊട്ടിക്കരയും. ചിലപ്പോൾ വാക്കുകളൊന്നും കിട്ടത്തില്ല, പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ യേശുപ്പച്ചാന്ന് പറഞ്ഞ് മണിക്കൂറുകളിരുന്ന് പൊട്ടിക്കരഞ്ഞ അനുഭവങ്ങളുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ബൈബിൾ എടുത്തിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. മറ്റ് ഒരു കാര്യത്തിനും ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സ്ട്രഗിൾസോ ബുദ്ധിമുട്ടോ ഒന്നും ഞാൻ ഫേസ് ചെയ്തോ അനുഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ പഠനപരമായ വിഷയത്തിനകത്ത് ഒരുപാട് വേദനയിലൂടെയും ഒരുപാട് കണ്ണീരിലൂടെയും ഒത്തിരി തോൽവിയും ഒത്തിരി നിന്നയൊക്കെ അനുഭവിച്ച് വന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിക്ക് തോൽവിയാണെങ്കിൽ മറ്റൊരു ദൈവിക നിയോഗമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ മറ്റൊരു കഷ്ടതയിലൂടെയാണ് ദൈവം അവനെ എടുക്കുന്നത്. അതൊരിക്കലും തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. ആ തോൽവികളൊക്കെ ഫേസ് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഈ ബൈബിൾ ഒരു 15 ഇയേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതെനിക്ക് പുതിയ ബൈബിൾ ഉണ്ടെങ്കിൽ പോലും ഇത് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു ബലമെന്ന് പറയുന്നത്, കാരണം എൻ്റെ ജീവിതത്തിൽ കർത്താവിനോട് സംസാരിച്ചതും എൻ്റെ ജീവിതത്തിനകത്ത് വന്ന കഷ്ടതയ്ക്കകത്തും വേദനയ്ക്കകത്തും ഓടിപ്പോയി ബൈബിൾ തുറക്കും. യേശുപ്പച്ചൻ എന്നോട് സംസാരിച്ച ഓരോ വചനങ്ങളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിന് അനുഭവങ്ങളെന്ന് പറയുന്നത് അതൊരിക്കലും മറ്റുള്ള ഒരാൾക്ക് അതിനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല, അതിനെ തെറ്റാണ് എന്ന് പറയാനുള്ള റൈറ്റ് ഇല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ മാത്രമാണ്. മറ്റൊരാൾക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ദൈവം നമ്മളെ അതിനകത്തൂടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അത് നമ്മളുടെ മാത്രം അനുഭവമാണ്. അതിനകത്ത് ഒത്തിരി മഹത്വമുണ്ട്, അതിനകത്ത് ഒത്തിരി ദൈവസ്ഥാനത്ത് അനുഭവിക്കാൻ ഞാൻ ഓടിപ്പോയി. എന്ത് സാഹചര്യം വന്നാലും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പ്രാക്ടിക്കലിൻ്റെ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയാണ്. ഞാൻ ഓടിച്ചെന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ബൈബിൾ തുറക്കി, യേശുപ്പച്ചാ നീ എന്നോട് സംസാരിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ കർത്താവേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ബൈബിൾ തുറക്കും. കുറഞ്ഞത് ഞാൻ സ്കൂളിൽ പോകുന്ന മുമ്പ് ഒരു 10 വട്ടമെങ്കിലും ഞാൻ എൻ്റെ ബൈബിൾ തുറന്ന് ഇങ്ങനെ വായിക്കും. എന്നിട്ട് കർത്താപ്പച്ചൻ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ബൈബിൾ തുറന്നിട്ട് നോക്കും. യേശുപ്പച്ചൻ എനിക്കൊരു വചനം തരുന്നു. ആ വചനത്തോടെയാണ് ഞാൻ പോകുന്നത്. സ്കൂളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വഴക്കൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എനിക്ക് അതൊന്നൊരു വിഷയമല്ല. ആ സമയത്തും രാവിലെ ഞാൻ വായിച്ച ആ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ആ വചനം എന്നെ ബലപ്പെടുത്തും, ആ വചനം എന്നെ ധൈര്യപ്പെടുത്തും. ഞാൻ ആ വചനം കൊണ്ട് അതിനെ ഓവർകം ചെയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന കഷ്ടതയും വേദനയും ഒന്നും, പക്ഷെ മറ്റുള്ളവരും അല്ല, എൻ്റെ പേരൻസും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ടീച്ചേഴ്സും ഒക്കെ ചിലപ്പം എന്നിലെ ബലഹീനതകളും എന്നിൽ
എന്നിലെ എൻ്റെ പോരായ്മകളും അല്ലെങ്കിൽ പഠിക്കാൻ എനിക്ക് ആ പോരായ്മകളൊക്കെയാണ് വലുതായി കാണുന്നത്. പക്ഷെ അതിനപ്പുറമായിട്ട് എനിക്ക് അറിയാം ഞാൻ എത്രമാത്രം ഈ വേദനയ്ക്കകത്തൂടെ കടന്നു പോകുമ്പോഴും ഞാൻ എത്രമാത്രം എൻ്റെ കർത്താവിനോട് അടുക്കുന്നുണ്ട്, എത്രമാത്രം ഞാൻ പണിയപ്പെടുന്നുണ്ട്, എത്രമാത്രം എന്നെ ദൈവം സകലത്തിനും പ്രാപ്തിയാക്കി മാറ്റുന്നുണ്ട്. ഞാൻ ഒത്തിരി ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു എൻ്റെ ജീവിതത്തിനകത്ത്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ മമ്മി പേരൻസ് മീറ്റിങ്ങിനും സ്കൂളിലൊക്കെ വരുന്ന സമയത്ത്, കുഞ്ഞു പ്രായത്തിൽ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടിക്ക് സംസാരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന്. എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ അധികം സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനോട് മാത്രം പറയും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി പറയും, ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ചോദിച്ചാൽ. അല്ലാതെ മറ്റു കുട്ടികൾ ക്ലാസ്സിൽ ഫ്രീ പീരീഡ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ദൈവം എന്നെ മോൾഡ് ചെയ്തു. എന്നെ കർത്താവ് ഒത്തിരി പണിതു, ഒത്തിരി മാറ്റി. സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു കൊച്ചിലെ. പക്ഷേ PAPയിലും ആ സമയത്തൊക്കെ ഞാനിങ്ങനെ പ്രോഗ്രാംസിനെല്ലാം പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എന്നാൽ പോലും എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ മടിയുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ കർത്താവ് എന്നെ ഒത്തിരി മാറ്റി, ഒത്തിരി മോൾഡ് ചെയ്തു, ഒത്തിരി പണിതു ദൈവം എന്നെ. ഇന്ന് സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതെ ഒത്തിരി പേരുടെ നടുവിൽ നിൽക്കാനും ഒക്കെ ദൈവം എന്നെ പ്രാപ്തിയാക്കി തീർത്തു. ദൈവത്തിൻ്റെ ഓരോ പണിയപ്പെടല. കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കുന്ന നിലവാരത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. ഒരു 7th സ്റ്റാൻഡേർഡ് മുതൽ അതിനേക്കാട്ടിലൊക്കെ നേരെ ഓപ്പോസിറ്റായി എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ. പക്ഷേ അത് മമ്മിയൊക്കെ എപ്പോഴും എൻ്റെ മമ്മിക്ക് ഭയങ്കര ഭാരമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സിസ്റ്ററിനെയും ബ്രദറിനെക്കാട്ടിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയെ എന്തുകൊണ്ട് ഞാൻ ഇത്രയും പുറകോട്ട് പോയി എന്നുള്ളൊരു ഭാരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാനതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പണിയപ്പെടലായിരുന്നു. ഞാൻ അത്രയും പഠിച്ചുകൊണ്ടിരുന്ന അതുപോലെ തന്നെ ഞാൻ മുൻപോട്ട് വന്നായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മറ്റൊരു പൊസിഷനിൽ അല്ലെങ്കിൽ മറ്റൊരു നിലവാരത്തിൽ ഞാൻ എത്തപ്പെടുമായിരുന്നു. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുമ്പോഴോ എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു ദൈവം എന്നെ അതിനുവേണ്ടി കണ്ടിട്ടുണ്ട് എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷേ ദൈവം എന്നെ ഓരോ തോൽവിക്കകത്തൂടെയും ഓരോ പെയിനകത്തൂടെയും കടത്തിവിടുമ്പോൾ ദൈവം എന്നെ പണിതുകൊണ്ടേയിരുന്നു. ആരും അറിയാതെ എൻ്റെ ചുറ്റുമുള്ളവരൊന്നും എന്നിലെ ശൂന്യതകളും എന്നിലെ ബലഹീനതകളും എന്നിലെ തോൽവികളും വലുതായി കാണുമ്പോൾ അവിടെ ഒക്കെ ദൈവം എന്നെ പണിതുകൊണ്ടിരുന്നു, എന്നെ അവിടെ ഒക്കെ മോൾഡ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ മണിക്കൂറുകൾ എൻ്റെ കോളേജ് ജീവിതത്തിനകത്തൊക്കെ ആയിരുന്ന സമയങ്ങളിലും എൻ്റെ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ഓടി വന്നിരുന്ന മണിക്കൂറുകൾ എൻ്റെ പേഴ്സണൽ പ്രെയർ ഞാൻ മുടക്കത്തിലായിരുന്നു. 1 മണിക്കൂറൊക്കെ ഞാനിങ്ങനെ അതിൽ കൂടുതലൊക്കെ മണിക്കൂറുകൾ ഒരേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുകയും വചനം ധ്യാനിക്കുകയും വചനം പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ശൂന്യതയുണ്ട്, പ്രയാസമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തും ദൈവം ഓരോ ദിവസങ്ങളും അത്ഭുതമായി നടത്തുന്ന വഴികൾ ഓർത്താൽ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. വിശ്വാസത്തിനകത്ത് ഉറയ്ക്കുവാൻ ദൈവം പഠിപ്പിച്ചു. ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും അല്ലെങ്കിൽ എത്ര ശൂന്യത ജീവിതത്തിൽ വന്നാലും നിനക്ക് ഒരാവശ്യമുണ്ടോ, നിനക്കൊരു നീടുണ്ടോ, അത് തക്ക സമയത്ത് ദൈവം അത് പ്രൊവൈഡ് ചെയ്ത് തരും. അങ്ങനെ ദൈവം വിശ്വാസത്തിനകത്ത് ഉറയ്ക്കാൻ പഠിപ്പിച്ചു. മറ്റുള്ള മുമ്പിൽ നിൽക്കാൻ പ്രാപ്തിയാക്കി തീർക്കും, സംസാരിക്കാൻ എന്നെ പ്രാപ്തിയാക്കി തീർക്കും, സകലത്തിനും ദൈവം എന്നെ പ്രാപ്തിയാക്കി തീർക്കും. ഇതിനൊന്നും യോഗ്യതയില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ ഒത്തിരി തോൽവികൾ ഫേസ് ചെയ്തു. ഞാൻ വിചാരിച്ചിട്ടുണ്ട് കർത്താവ് ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കർത്താപ്പച്ച. ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് യേശുപ്പച്ച, എനിക്ക് നാണക്കേടാണ്, ഞാൻ അവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഭാരപ്പെട്ട നിമിഷങ്ങളുണ്ട്. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ എന്നെ ബലപ്പെടുത്തി. ഹോളി സ്പിരിറ്റ് എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ഒപ്പം ഇരുന്ന് എൻ്റെ കൂടെ നടന്ന് ഞാൻ ഒറ്റയ്ക്കായി പോകാതെ വണ്ണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ കർത്താവച്ചനോട് ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കോളേജിൽ പോകുന്ന സമയത്തും ബസ്സിലായിരിക്കുന്ന സമയത്തും അവിടെ ബസ് കയറാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഞാൻ യേശുപ്പച്ച ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഇരിക്കണേ, എന്നെ ഗൈഡ് ചെയ്യണേ, എൻ്റെ ഒപ്പം ഇരിക്കണം, ഒരിടത്തും ഞാൻ ലജ്ജിച്ചു പോകാൻ, ഒരിടത്തും ഞാൻ തല കുനിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കല്ലേ. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ രാവിലെ കിട്ടിയ വചനത്തിനകത്ത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. അതിനകത്ത് ഉറയ്ക്കുവാൻ തക്കോണം ഇടയെ തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ തോൽവി ഉണ്ടല്ലോ നാളെ ഒത്തിരി പേരെ ബലപ്പെടുത്താനും ഒത്തിരി പേരെ എൻകറേജ് ചെയ്യുവാനും ആ വേദനയ്ക്കകത്തും ആ തോൽവിക്കകത്തൂടെ അവരെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ദൈവിക നിയോഗമാണ് ദൈവം നിങ്ങളുടെ മേൽ തന്നിരിക്കുന്നത്. നാളെ ഒരു പക്ഷേ ജോലിയോട് കൂടിയും അല്ലാതെയൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടതയും വേദനയും തോൽവികളും കടന്നു വരുന്നത്. ഒരു സ്മൂത്തായിട്ട് പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ
നന്നായി പഠിച്ച് അല്ലെങ്കിൽ നല്ല മാർക്കോട് പാസ്സാവുന്ന ഒരു വ്യക്തിയെക്കാട്ടിൽ അപ്പുറമായി ദൈവത്തിന് ചില പദ്ധതികൾ നിന്നെക്കുറിച്ചുണ്ട്. ദൈവിക നിയോഗത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടതിരിക്കുന്നത് കൊണ്ടാണ് ഒരു ജോലിയോട് കൂടെ ആണെങ്കിൽ പോലും ആ മിനിസ്ട്രി എന്നുള്ളൊരു നിയോഗം ദൈവം നിന്നെ മേലെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയും വേദനയും വരുന്നത്. നീ പലപ്പോഴും ചോദിച്ചിട്ടില്ല, ഞാൻ ജീവിതത്തിൽ പലപ്പോഴും ഹൃദയത്തിനകത്ത് കർത്താവ് ഞാൻ ഇത്രയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും കരയും ഉപവസിക്കുകയൊക്കെ ഒത്തിരി ഞാൻ ഉപവസിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി അപ്പുറമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് കരയും പ്രാർത്ഥിക്കും ഉപവസിക്കുകയും എൻ്റെ വിവാഹ ജീവിതത്തിന് മുമ്പ് ഞാൻ ഒത്തിരി ഫാസ്റ്റിംഗ് എടുത്തൊരു വ്യക്തിയാണ്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കർത്താവിനോട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, കർത്താപ്പച്ച ഞാൻ ഇത്രയും കരയും പ്രാർത്ഥിക്കുകയോ ജീവിതത്തിൽ ചെയ്തിട്ട് സ്റ്റിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോഴും കഷ്ടതയും വേദനയാണല്ലോ എന്ന് പലപ്പോഴും ഭാരപ്പെട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ മോൾഡ് ചെയ്യും, പരിശുദ്ധാത്മാവ് എന്നെ കൈഡി. ആഫ്റ്റർ മാരേജ് ഞാൻ ഒത്തിരി സ്ട്രഗിൾസിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനപ്പുറമായിട്ട് ഒരുപാട് വേദനയുടെയും ഒരുപാട് ഒറ്റപ്പെടലും ഒരുപാട് നിന്ദയും ഒരുപാട് അപവാദങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്തും ഞാൻ അപ്പോഴൊക്കെ ചിന്തിച്ചു, കർത്താവ് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഇത്രയും കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ ഒഴുക്കിയത് നിൻ്റെ സന്നിധിയിൽ കിടപ്പുണ്ടല്ലോ യേശുപ്പച്ച. ആ കർത്താവ് നീ അതിനൊക്കെ എനിക്കൊരു നീതി തരണം, എനിക്കതിനൊക്കെ ഒരു മറുപടി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്നും ചില വിഷയങ്ങൾക്കകത്ത് നീതി വെളിപ്പെടാതെ കിടപ്പുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ടൈം ആകുമ്പോൾ കർത്താവ് നമ്മളുടെ ജീവിതത്തിനകത്ത് അത് ഏറ്റവും മഹത്വമുള്ളതായി ഏറ്റവും നീതിയുള്ളതായി ഇതിനെ മാറ്റും. അത് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ടൈം, നമ്മൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ടൈം, ഒരു ദിവസം. അതിനെ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും നമ്മുടെ ചുറ്റുമുള്ള ഒരു വ്യക്തിക്കും കഴിയത്തില്ല. നമ്മുടെ മേലുള്ള നിയോഗമുണ്ടല്ലോ അത് നമ്മൾക്ക് മാത്രമുള്ളതാ. നമ്മുടെ മേലുള്ള വാക്തത്വം അത് നമ്മൾക്ക് മാത്രമുള്ളതാ. നമ്മൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ, നമ്മൾക്ക് പ്രതിയോഗി ഉണ്ടെങ്കിൽ നീ ഒന്ന് ഉറപ്പിച്ച കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിനക്ക് ഉന്നതമായ വാക്തത്വമുണ്ട്, നിനക്ക് ഉന്നതമായ ഒരു ഫ്യൂച്ചർ നിന്റെ മേൽ ഉള്ളത് കൊണ്ടാണ് നിനക്ക് പ്രതിയോഗി വർത്തിക്കുന്നത്, നിന്റെ ചുറ്റും ശത്രുക്കൾ വർത്തിക്കുന്നുണ്ട്, നിനക്ക് കഷ്ടത വരുന്നുണ്ട്, നിനക്ക് അപവാദം വരുന്നുണ്ട്. നീ ഒന്ന് ഓർത്തോ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്, ദൈവിക നിയോഗമുണ്ട്, ഉന്നതമായൊരു ഫ്യൂച്ചർ, ഉന്നതമായൊരു വാക്തത്വം നിന്റെ മേൽ കിടക്കുന്നതുകൊണ്ട് നിന്നോട് ദൈവം എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് നിന്നെ അയക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പരിമിതികളും നീ നോക്കണ്ട. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ വലിപ്പവും നീ കണ്ടാൽ മതി. ദൈവം വാക്തത്വം ചെയ്തതാണെങ്കിൽ ശത്രു എത്ര പ്രബലനായാലും അതിനെയൊക്കെ അതിജീവിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് അതിനെയൊക്കെ മുറിച്ചു മാറ്റിക്കൊണ്ട് ദൈവിക പ്രവൃത്തി, ദൈവിക വാക്തത്വ നിവർത്തി ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയെത്തിരും. അതുകൊണ്ട് ഇന്ന് ഈ തോൽവി ഉണ്ടല്ലോ അത് നാളെ അനേകരെ ബലപ്പെടുത്താനുള്ള ഒരു ദൈവിക നിയോഗത്തിലേക്ക് ദൈവം നിന്നെ നടത്തുക. ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ, ഒന്നുകൂടെ കൃപാവരങ്ങളെ പ്രാപിച്ചെടുക്കാൻ, പ്രാർത്ഥന വീരരായി മാറാൻ, വചന ധ്യാനമുള്ള വ്യക്തികളായി തീരുവാനുള്ള ഒരു ദൈവിക നിയോഗമാണ് ഈ തോൽവി. ഇതൊരു അവസാനമല്ല. നിന്റെ ചുറ്റുമുള്ളവരും, നിന്റെ പേരൻസും, നിന്റെ സിബ്ലിങ്സും, നിന്റെ ടീച്ചേഴ്സും, നിന്റെ ചർച്ചയുള്ളവരും ഒന്നും നീ ആരെയും നോക്കണ്ട. ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തുന്നോ, ആരൊക്കെ നിന്നെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നാളെ ചർച്ചിലോട്ട് പോകുന്ന സാഹചര്യത്തിലൊക്കെ ഒത്തിരി പേര് ചോദിക്കും എന്തിനാ പോകുന്നത്. അപ്പോഴൊക്കെ നമുക്ക് പറയേണ്ടി വരും ഞാൻ ഫെയിലായി, എനിക്കൊരു സബ്ജക്റ്റ് പോയി എന്ന് അവരോടൊക്കെ പറയേണ്ടി ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ അവിടെയും നമ്മളെ നടത്താൻ നമ്മൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളെ അവിടെ സംസാരിക്കാൻ പ്രാപ്തരാക്കും, അവിടെ നിൽക്കാൻ, അവരെ ഫേസ് ചെയ്യാനൊക്കെ ദൈവം നമ്മൾക്ക് കൃപ തരും. നിങ്ങളുടെ കൂടെ ഹോളി സ്പിരിറ്റ് ഉണ്ടോ, ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കഴിവ്, ഒരു പ്രാപ്തി ദൈവം നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്ത് നിങ്ങളുടെ ഓരോ ചുവടുകളും മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ, വലിയ വിടുതലുകൾ ദൈവം നിങ്ങൾ 10th കഴിഞ്ഞ കുഞ്ഞുങ്ങളാണോ, നിങ്ങൾ പ്രാർത്ഥനയോട് പഠിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കുക, ദൈവസന്നിധിയിൽ പോയിരുന്ന് കരയുക, വചനം ധ്യാനിക്കുക, യേശുപ്പച്ച എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് കരയുക. അഭിഷേകം പ്രാപിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അഭിഷേകത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന ആയിരിക്കട്ടെ. ഈ തോൽവി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ആത്മീയ നിലവാരത്തിൽ ഒരു പടി കൂടെ വളരുവാൻ ഒരു ടൈം പീരീഡ് ആയി അതിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം നല്ല വിജയം തരും. വാക്തത്വം നിറവേറും. ഒന്നിനാലും മനം കലങ്ങണ്ട, ഒന്നിനാലും ഭാരപ്പെടേണ്ട. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തന, വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. നമ്മളുടെ ഇപ്പോഴത്തെ 10th-ൻ്റെയോ 12th-ൻ്റെയോ ഒന്നും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല ദൈവം നിന്റെ ഫ്യൂച്ചർ നിർണയിച്ചിരിക്കുന്നത്. അതിനെക്കാട്ടിൽ അപ്പുറമായി ദൈവത്തിന് നിന്നെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു പൊസിഷനിൽ, ഒരു രാജ്യത്ത് ദൈവത്തിന് നിന്നെ എത്തിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, വാക്തത്വം നിന്റെ മേലുണ്ടെങ്കിൽ, അത് ഏത് പ്രശ്നമാണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും
ആണെങ്കിലും നിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് വലിയ പേഴ്സൻറ്റേജ് ഒന്നും ഇല്ലെങ്കിലും ദൈവം എത്തിക്കാമെന്ന് പറഞ്ഞ ഇടത്ത് ദൈവം എത്തിക്കുവാൻ ശക്തനാണ്. നിനക്ക് തരാമെന്ന് പറഞ്ഞ പൊസിഷൻ, നിനക്ക് തരാമെന്ന ചെയർ, അത് ദൈവം നിനക്ക് വെച്ചിരിക്കുന്നതാ. അതിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് നിന്നെ അവിടെ എത്തിക്കുവാൻ തക്കോടമ്പടെ എത്തിരും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. ഈ തോൽവി ഒരു പടി കൂടെ ദൈവസന്നിധിയിൽ അടുക്കുന്ന, പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പടി കൂടെ വളരുന്ന, വചന ധ്യാനത്തിൽ വളരുന്ന, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു പടി കൂടെ വളരുന്ന, പുതിയ അന്യഭാഷയെ പ്രാപിക്കുന്ന, കൃപാവരങ്ങളെ പ്രാപിച്ചെടുക്കുന്ന ഒരു ദിവസങ്ങളാക്കി, മാസങ്ങളായി ഇതിനെ മാറ്റുവാൻ തയ്യാറാണെങ്കിൽ, അതോടൊപ്പം പ്രാർത്ഥനയോട് നിങ്ങൾ പഠിക്കാനും കൂടെ തയ്യാറാകുമ്പോൾ വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കോണമിടയായി തീരും. അതുകൊണ്ട് ഒന്നിനാലും ഭാരപ്പെടാനല്ല, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞ നിങ്ങൾ അവിശ്വസിക്കരുത്, കർത്താവിനെ ചോദ്യം ചെയ്യരുത്. കർത്താവെ, എനിക്ക് തന്ന തോൽവിക്ക് നന്ദി, എനിക്ക് തന്ന പരാജയത്തിന് നന്ദി, എനിക്ക് തന്ന വേദനയ്ക്ക് നന്ദി, എൻ്റെ നിന്ദയ്ക്ക് നന്ദി, എൻ്റെ അപവാദങ്ങൾക്ക് നന്ദി, എൻ്റെ ശൂന്യതകൾക്കും എൻ്റെ ബലഹീനതകൾക്കും ഒക്കെ നന്ദി യേശുപ്പച്ച എന്ന് പറഞ്ഞ് യേശുപ്പച്ചൻ്റെ പാദപീഠത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും, ഓരോ യൗവനക്കാരും, ഓരോ വ്യക്തികളോടും ഞാൻ പറയാം, പ്രത്യേകിച്ച് ആഫ്റ്റർ മാരേജ് ഒത്തിരി സ്ട്രഗിൾസിലൂടെയും ഒത്തിരി പെയിനിലൂടെ നമ്മളെ ചുറ്റുമുള്ള നമ്മൾക്ക് കിട്ടിയവരൊന്നും നമ്മളെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നവരോ നമ്മളെ കരുതുന്നവരൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അവിടെയും നിന്നെ നടത്തുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. നിന്നെ അറിയുന്ന, അല്ലെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒന്ന് വാദിക്കണേ, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണേ, എൻ്റെ നിരപരാധിത്വം ഒന്ന് തെളിയിക്കണേ എന്ന് പറഞ്ഞ് പലപ്പോഴും ഞാൻ ദിവസത്തിൽ കരയുന്ന വ്യക്തിയാണ്. പല വിഷയങ്ങൾക്കും സ്റ്റിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷേ ദൈവത്തിൻ്റെ ടൈം ആകുമ്പോഴുണ്ടല്ലോ ദൈവിക മഹത്വത്തിലൂടെ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുമ്പോഴാണ് അതിൻ്റെ മറുപടി അവർക്ക് വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുൻപോട്ട് പോകും, ഒന്നിനാലും ഭാരപ്പെട്ടു പോകണ്ട. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ അന്ത്യം വരെ നടത്തുവാൻ ശക്തനായ ദൈവമാ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന, അവൻ മാറുന്ന ദൈവമല്ല. അവൻ ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞെ, ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ധൈര്യത്തോടെ ഇരിക്കുക. ഈ ഒരു തോൽവി നിങ്ങളുടെ ഒരു പുതിയ നിയോഗത്തിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റായി, ഒരു തുടക്കമായി, ആത്മീയ നിലവാരത്തിൽ ഒരു അനേകരെ ബലപ്പെടുത്തുവാനുള്ള ഒരു കൃപാവരങ്ങളെ പ്രാപിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അതിന് പ്രാപ്തരായി മാറുന്ന ഒരു ദിവസങ്ങളായി മാറട്ടെ. ധൈര്യമായിട്ടിരിക്കുക. ഓരോരുത്തരോടും ഞാൻ പറയാം, സന്തോഷമായിട്ടും ധൈര്യമായിട്ടിരിക്കുക. ലൈഫ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ യേശുപ്പച്ചൻ അത് നിറവേറ്റും കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് സന്തോഷമായിട്ടും ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്ക് കഷ്ടതയുണ്ടോ, വേദനയുണ്ടോ, തോൽവിയുണ്ടോ, പരാജയമുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശൂന്യതയുണ്ടോ, ഉന്നതമായ വാഗ്ദത്തമുണ്ടോ, നിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ട്, നിന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിയുണ്ട്, നിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ അത് അവസാനമല്ല, അത് നിന്റെ ജീവിതത്തിന് ഒരു തുടക്കമാക്കി ദൈവം മാറ്റും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, വാഗ്ദത്തത്തിനകത്ത് ഉറയ്ക്കുക, ദൈവസന്നിധിയിൽ കരയുക, പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക, ദൈവിക നിയോഗത്തെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ തയ്യാറാകുമ്പോൾ വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ചുറ്റുമുള്ളവർ നോക്കി നിൽക്കെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. സന്തോഷമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.